കര കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യം പറയട്ടെ. മലയാളത്തിൽ നിന്നുള്ള 2 നടന്മാർ, മിമിക്രിയിലൂടെ സിനിമയിലെത്തിയ 2 താരങ്ങൾ, അവർ രണ്ടുപേരും നിന്ന് അങ്ങ് അർമാദിച്ച് പെർഫോം ചെയ്യുകയാണ്. ശരിക്കും അവർ സ്ക്രീനിൽ വരുമ്പോഴാണ് സിനിമയ്ക്കൊരു ജീവൻ കിട്ടുന്നത് എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ അവരെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ യങ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് മമിത സിനിമയിലുണ്ട്. വളരെ സീനിയർ ആയിട്ടുള്ള ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കം ആക്ടറായിട്ടുള്ള ശ്രീജ രവി ഉണ്ട്. അങ്ങനെ കുറേ വേറെ മലയാളികളുണ്ട്. അങ്ങനെ ഈ മലയാളികളുടെയൊക്കെ നടുക്ക് നിന്നിട്ടാണ് ധനുഷ് അടക്കമുള്ള താരങ്ങൾ പെർഫോം ചെയ്യുന്നത്. അവരങ്ങനെ നിന്ന് അർമാദിച്ച് പെർഫോം ചെയ്യുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം, ഒരു അഭിമാനം, അത് പറഞ്ഞ് തുടങ്ങണമെന്ന് വിചാരിച്ചു. കര തിയേറ്ററിൽ പോയി കണ്ടു. കഥയിലും ഓവറോൾ തീമിലും ഒക്കെ കര തൊടാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നെങ്കിലും ടെക്നിക്കലി, പ്രത്യേകിച്ച് ഇതിൻ്റെ ഓഡിയോ വിഷ്വൽ ട്രീറ്റ്മെൻറ്റ്, സൗണ്ടും എഡിറ്റൊക്കെ വേറെ ലെവൽ പരിപാടിയായിട്ട് എനിക്ക് തോന്നി. വേറെ ഏതെങ്കിലും ഒരു സിനിമയിലായിരുന്നെങ്കിൽ എൻ്റെ മോനെ വേറെ ലെവൽ രോമാഞ്ചമായി പോയെന്ന് തോന്നി. അങ്ങനെയുള്ള കുറച്ച് ഫാക്ടേഴ്സും ഉണ്ട്. തിയേറ്ററിൽ ഒരു ഓളമുണ്ട്. കുറച്ച് പ്രഡിക്റ്റബിൾ ട്വിസ്റ്റുകളും പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ ചേർന്ന് സിനിമ അങ്ങോട്ട് കൊഴുപ്പിച്ചെടുക്കുന്നുണ്ട്. വിഘ്നേഷ് രാജ സംവിധാനം ചെയ്തിട്ടുള്ള, ആൽഫ്രഡ് പ്രകാശും വിഘ്നേഷ് രാജയും ചേർന്ന് തിരക്കഥ എഴുതിയിട്ടുള്ള, GV പ്രകാശ് കുമാർ സംഗീതം പകർന്നിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയാണ് കര. ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഘടകങ്ങൾ പറയുമ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ പേരും പറയണമല്ലോ, തുടക്കത്തിലേ പറഞ്ഞേക്കാം. തേനി ഈശ്വറാണ് ഇതിൻ്റെ DOP. അതിൻ്റെ എല്ലാ ഗുണവും പടത്തിന് കാണാനുണ്ട്. എഡിറ്റിംഗ് ശ്രീജിത്ത് സാരംഗാണ്. ആർട്ട് ഡയറക്ടർ മായപ്പാണ്ഡ്യയാണ്. സ്പെഷ്യൽ മേക്കപ്പ് റോണക് സേവ്യറാണ്. സൗണ്ട് ഡിസൈൻ സച്ചിൻ സുധാകരനും ഹരിഹരൻ എമ്മും കൂടി ചേർന്നിട്ടാണ്. സൗണ്ട് മിക്സിംഗ് MR രാജകൃഷ്ണനാണ്. ഈ പറഞ്ഞ ഈ ടെക്നിക്കൽ ക്രൂ ഉണ്ടല്ലോ, ഇവരുടെ എല്ലാത്തിൻ്റെയും അഡ്വാൻറ്റേജസ് സിനിമയ്ക്കുണ്ട്. നമുക്ക് അതുപോലെ പോസിറ്റീവ്സ് നിന്ന് ആരംഭിക്കാം. ഒന്നാമത്തെ പോസിറ്റീവ് സൗണ്ട് മിക്സിംഗ് ആണെന്ന് ഞാൻ പറയും. എന്ന് വെച്ചാൽ ഇതിൽ ഫൈറ്റ് സീക്വൻസുകളുണ്ട്, ചേസ് ഉണ്ട്, അതുപോലെ പോലീസിൻ്റെ സർച്ച് ഉണ്ടല്ലോ. സർച്ച് എന്നൊക്കെ പറഞ്ഞാൽ എന്താ, കുറച്ച് പോലീസുകാർ ഒരു വീടിനകത്തേക്ക് കയറി ചെല്ലുന്നു, അവിടെ ഇവിടെയും തട്ടുന്നു, പിന്നെ കുറേ തുണിയൊക്കെ വലിച്ചു വാരി എറിയുന്നു, ഇത്രയൊക്കെയുള്ളൂ വിഷ്വൽ. പക്ഷേ അതിൽ സൗണ്ടിൻ്റെ എലമെൻസും കൂടി വർക്ക് ചെയ്തിട്ട് അത് പോപ്പ് ചെയ്തിരിക്കുന്ന ഒരു രീതി എന്നൊക്കെ പറഞ്ഞാൽ സൗണ്ട് മിക്സിങ് വേറെ ലെവൽ പരിപാടിയാണ്. എന്ന് വെച്ചാൽ ഒരു മുഴുനീള ആക്ഷൻ ഒരു വൻ പടത്തിൽ ഈ ലെവൽ ഓഫ് സാധനം ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. അങ്ങനെ അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ അത് എത്രത്തോളം ആളുകൾ ശ്രദ്ധിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ സൗണ്ട് മിക്സിങ് ഗംഭീരമായിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് പോസിറ്റീവ് വിഷ്വൽസ് ആണ്. ഇവർ ഈ പറയുന്ന ഗ്രാമങ്ങൾ, അതുപോലെ മറ്റ് നാടുകളിൽ താമസിക്കുന്നത്, ഇവരുടെ പ്രണയം, ഈ മമിത ധനുഷ് കോമ്പിനേഷൻ എന്നൊക്കെ പറഞ്ഞാൽ സിനിമയിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. പക്ഷെ അപ്പോഴും അവരുടെ ആ ഒരു പ്രണയത്തിനെ എടുത്ത് നിൽക്കുക. അതുപോലെ ഒരു കാലഘട്ടം 1990-ലാണ് സിനിമ ആരംഭിക്കുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിനോടൊക്കെ നീതി പുലർത്തിക്കൊണ്ട് അതിൽ കോസ്റ്റ്യൂം ഉണ്ട്, മേക്കപ്പ് ഉണ്ട്, എല്ലാത്തിനും ഇതിൽ പങ്കുണ്ട്. വിഷ്വൽ സൈഡും സിനിമ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ പറയേണ്ടത് പെർഫോമൻസസ് ആണ്. മമിത, ഞാൻ നേരത്തെ പറഞ്ഞു, മമിതയ്ക്ക് പെർഫോം ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം കാണിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും ഒരു കണ്ണും നോക്കുന്നതും നടന്നു പോകുന്നതും ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഷോർട്ട്സ് ആയിരിക്കുമല്ലോ. അതിനപ്പുറത്തേക്ക് ഒരു ഡയലോഗ് വെച്ച് ഒരു ഇമോഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ ഒരു തീവ്രത അവതരിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് സ്പേസേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഉള്ളത് മമിത ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ മലയാളത്തിൽ നിന്ന് ഒരു വളരെ യങ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റ് മറ്റൊരു ഭാഷയിൽ പോയി അഭിനയിക്കുമ്പോൾ അവരുടെ പെർഫോമൻസ് നിങ്ങൾ നോക്കൂ, അടിപൊളിയായിട്ടുണ്ടെന്ന് പറയാൻ തോന്നുന്ന അത്രയും കുറച്ച് എന്ന് വെച്ചാൽ അത്രയും കുറച്ചേ ഉള്ളൂ അത് അവർ ചെയ്തു. ശ്രീജ രവി, പിന്നെ നമ്മൾ നായകനിലേക്ക് വരണം, ധനുഷിൻ്റെ മുൻപ് ഇറങ്ങിയിട്ടുള്ള പല സിനിമകളുടെയും ഒരു എക്സ്റ്റൻഷനൊക്കെ പോലെയാണ് പല സമയത്തും തോന്നിയിട്ടുള്ളത്. ഈ വെട്രിമാരൻ്റെയൊക്കെ ഒപ്പം ഉള്ള ധനുഷിൻ്റെ സിനിമകളിലുള്ള ആ ഒരു സാധനം തന്നെ ധനുഷ് തന്നെയാണ്. പക്ഷേ രസമുണ്ട്. ഇതിനകത്തെ ആക്ഷൻ ആണെങ്കിലും ഇമോഷൻസ് ആണെങ്കിലും ഒക്കെ പുള്ളി ക്യാരി ചെയ്തിട്ടുണ്ട്. ധനുഷ് എന്ന് പറയുന്ന ഒരു സ്റ്റാറിലേക്ക് സിനിമ അങ്ങ് വിടുന്നില്ല. ഇതിൻ്റെ കഥയെ തന്നെയാണ് അവർ നിൽക്കുന്നത്. പിന്നെ പറയേണ്ടത് സുരാജ് വെഞ്ഞാറമൂടും ജയറാം. ഞാൻ രണ്ടുപേരും ഒരുമിച്ച് പറയാം. സിനിമ തുടങ്ങുമ്പോഴേ നമ്മൾ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ക്യാരക്ടറിൻ്റെ ഇൻട്രൊഡക്ഷൻ പരിപാടിയൊക്കെ ഉണ്ട്. അവിടെ മുതലേ ഇങ്ങേര് സ്ക്രീനിൽ വരുമ്പോൾ സിനിമ കുറച്ചും കൂടിയേ ഒരു പഞ്ച്. അതായത് ധനുഷ് ഇങ്ങനെ നിൽപ്പുണ്ട്, ധനുഷ് എപ്പോഴും ജയിക്കും, നമുക്കറിയാമല്ലോ. ധനുഷിന് കുറച്ച് പെയിൻ ഉണ്ടാവും, അത് നമുക്കറിയാമല്ലോ. പക്ഷേ സുരാജ് വരുമ്പോൾ ഈ ഡൈനാമിക്സ് മൊത്തത്തിൽ അങ്ങ് മാറുകയാണ്. അതായത് ധനുഷിനെ അടുത്ത സ്റ്റേജിലേക്ക് എടുത്ത് വെക്കത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ ആ ക്യാരക്ടറിനെ അടുത്ത സ്റ്റേജിലേക്ക് എടുത്ത് വെക്കത്തക്ക രീതിയിൽ ഇപ്പുറത്തെ സൈഡിൽ നിന്നൊരു സാധനം ഉണ്ടെന്ന് പറയുന്ന ആ ഒരു ഫീൽ വരുന്നുണ്ട്. ജയറാമേട്ടൻ കൂടി വരുമ്പോഴേക്കും നിറഞ്ഞു, കോറം തികഞ്ഞു എന്ന് പറയുന്ന പോലെ. പക്ഷേ ഇവർ രണ്ടുപേരും ഇല്ലാത്ത ഈ ധനുഷിൻ്റെ കുറേ അപ്പപ്പാസം പരിപാടിയൊക്കെ ഉണ്ട്. അവിടേക്കൊക്കെ വരുമ്പോൾ ഭയങ്കര എഴച്ചിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉള്ളതുപോലെ പറയണമല്ലോ, നല്ല എഴച്ചിലുണ്ടായിരുന്നു. ഇവരൊക്കെ സ്ക്രീനിൽ വരുമ്പോൾ ഭയങ്കര രസമാണ്. അല്ലാത്ത സമയത്ത് ഒരു ടിപ്പിക്കൽ നമ്മളിപ്പോൾ ഇഡലി സിനിമ, ധനുഷിൻ്റെ ലാസ്റ്റ് ഇറങ്ങി ഇഡലി പടം, ആ ഒരു ലെവലിലൊക്കെ തന്നെയാണ് സിനിമ പോകുന്നത്. പിന്നെ പറയേണ്ടത് മ്യൂസിക്കാണ്. GV പ്രകാശ് എന്നുള്ള ഒറ്റ പേര് മാത്രം മതിയല്ലോ, ഗംഭീരമായിട്ട് അങ്ങനെ പണിയെടുത്ത് വെച്ചിട്ടുണ്ട്. GV പ്രകാശ് മ്യൂസിക് ചെയ്തിട്ടുള്ള സിനിമ എന്ന് പറയുമ്പോൾ നമ്മളതിൽ പ്രത്യേകിച്ചൊന്നും എടുത്തെടുത്ത് ഞാൻ എല്ലാ വീഡിയോയിലും എടുത്തെടുത്ത് പറയേണ്ടി വരുന്നുണ്ട്. അങ്ങനെ അത്രയും ഗംഭീരമായിട്ട് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഫൈറ്റ്, പിന്നെ ബാങ്ക് റോബറി പരിപാടികളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അയാളുടെ ഉള്ളിൽ നിന്ന് വരുന്നൊരു ഫയർ ഉണ്ടല്ലോ, അതിനെയൊക്കെ നമ്മളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തക്ക രീതിയിൽ ഗംഭീരമായിട്ട് ഇതിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ
ഈ സിനിമയുടെ നെഗറ്റീവ് സൈഡിലേക്ക് പോകാനാണെങ്കിൽ, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ സിനിമയെ ഭയങ്കര ബോറാക്കുന്ന, തല്ലിപ്പൊളിയാക്കുന്ന ആ ഒരു അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. സിനിമയെ ഭയങ്കര ഡൗൺ ആക്കുന്ന ഒരു കാര്യം, ഒന്ന് ഇതിൻ്റെ ബേസ് സ്റ്റോറിയും ഇതിൻ്റെ തീമും ഒക്കെയാണ്. ഞാൻ ഈ നാട്ടിലാണ് ജനിച്ചു വളർന്നത്, അതായത് ഒരു ഗ്രാമത്തിൽ ജീവിക്കാൻ ആകെ കൃഷിയുള്ളൂ അവിടെ. അത് കഴിഞ്ഞാൽ 1-2 ദോശക്കട, ഇഡ്ലിക്കട തുടങ്ങിയിട്ടുള്ള പരിപാടികളൊക്കെ. ഞാൻ ഈ നാട്ടുകാരനാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കാണും എന്ന് പറഞ്ഞ് നഗരത്തിൽ ഒരു ബിസിനസ് തുടങ്ങാനുള്ള ഓപ്പർച്യൂണിറ്റി വേണ്ടെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ് ഗ്രാമത്തിൽ വന്ന് താമസിക്കുന്ന മകൻ പരിപാടി. എൻ്റെ അച്ഛൻ ഈ നാട്ടിലാണ് ജനിച്ചു വളർന്നത്, പാട്ടം മുപ്പാട്ടം കാലത്തിലിരുന്ന് താങ്ക ഇങ്ങി ഇറുക്കെ, അതുകൊണ്ട് നമുക്ക് ഈ മണ്ണിൽ തന്നെ ജീവിച്ച് മരിക്കണമെന്ന് പറയുന്ന ആ ഒരു പാറ്റേൺ തന്നെ. ഇഡ്ഡലിക്കടയിൽ എന്താണോ കണ്ടത് അത് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. ഇഡ്ഡലിക്കടയിൽ അച്ഛൻ ഇഡ്ഡലിക്കടയായിരുന്നു, ഇവിടെ അച്ഛനും കൃഷിയാണ്. മകൻ അച്ഛനുമായിട്ട് പിണങ്ങി നാട് വിട്ടു പോകുന്നു, അവൻ വേറെ ജീവിതം സ്വന്തമായിട്ട് കെട്ടിപ്പടുക്കാൻ നോക്കുന്നു. പക്ഷേ അതിൽ നിന്നൊന്നും തൃപ്തി കിട്ടാതെ അവൻ തിരിച്ച് നാട്ടിലേക്ക് തന്നെ വരികയാണ് ഗൈസ്. അങ്ങനെ നാട്ടിൽ വന്നു കഴിയുമ്പോൾ അച്ഛൻ്റെ ഈ കടവും ബാധ്യതകളും പ്രശ്നങ്ങളും പിന്നെ അതിൻ്റെ കൂടെ അമ്മയുടെ കുറച്ച് സെൻറ്റിമെൻറ്റ്സും കൂടി മൊത്തത്തിലൊന്ന് കൂടിക്കുഴഞ്ഞ് വരുമ്പോൾ നമ്മൾ ഈ നാട്ടിൽ തന്നെ നിൽക്കണം, ഈ നാട്ടുകാരുടെ രക്ഷകനായിട്ട് മാറണം എന്ന് പറഞ്ഞു. പിന്നെ നാട്ടുകാർക്കൊക്കെ ഉപകാരം ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ കൂടുന്നൊരു നായകൻ, ഇത് തന്നെ പരിപാടി. പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞ ആ പെർഫോമൻസ്, ആ എഡിറ്റിംഗ്, അതിൻ്റെ ഒരു ഓഡിയോ വിഷ്വൽ ട്രീറ്റ്മെൻറ്റ്, അതിലൊക്കെയാണ് ഇതിൻ്റെ കോർ തീമിലേക്കും ഒക്കെ വരുന്ന സമയത്ത് എന്തുവാണ് ഇത്. ധനുഷിന് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഗ്രാമത്തിൽ പോയി താമസിക്കണമെന്നൊരാഗ്രഹമുണ്ട്. പുള്ളി അത് ചെയ്യുകയാണെങ്കിൽ നന്നായിരുന്നു, പക്ഷേ പുള്ളി അങ്ങോട്ടോട്ട് പോകുന്നുമില്ല. അതേ കഥ നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും കാണിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അപ്പം പാസം അതും അങ്ങോട്ട് അതൊന്നും ഇത് ആ ഒരു ഇമോഷനൊന്നും അങ്ങനെ കാര്യമായിട്ട് വർക്കാവുന്നില്ല എന്ന് എനിക്ക് തോന്നി. മാത്രമല്ല ഈ പറഞ്ഞ ബാങ്ക് റോബറിയിലേക്ക് കയറിയിട്ട് ഇയാൾ ഇതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നു എന്ന് പറയുന്നൊരു സംഭവം വന്നു കഴിയുമ്പോൾ പിന്നെ വേറൊന്നിന് സ്പേസ് ഇല്ല, വേറൊരു ഇമോഷനും അവിടെ ഇല്ല. ഇപ്പോൾ ഭാര്യ ഭർത്താവ്, അവരുടെ ഒരു സ്നേഹം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യണമല്ലോ, അത് അവിടെ ഇല്ല. അച്ഛൻ അമ്മ ആ പാസങ്ങളൊന്നും നമുക്ക് ഒരു സ്നേഹമായിട്ട്, അതൊരു റിയൽ ഇമോഷണൽ നീഡായിട്ട് അങ്ങനെ നമ്മൾ ഫീൽ ചെയ്യിപ്പിക്കുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ ഒരു ത്രില്ലിങ് എലമെൻ്റ് ഉണ്ട് ഓരോ തവണ ഇയാൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും. അതിൽ ഈ പറയുന്ന ഓഡിയോ വിഷ്വൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഭയങ്കരമാണ്. ഒരു കഥ എന്നുള്ളതിനപ്പുറത്തേക്ക് അതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡിൽ സിനിമ മികച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ അവസാന ഭാഗം ആകുമ്പോഴേക്കും ഒരു ക്രൈമാണല്ലോ, നായകൻ ക്രൈം ചെയ്ത് കഴിയുമ്പോൾ അത് ന്യായീകരിക്കണമല്ലോ. ആ ന്യായീകരണ പരിപാടിയും ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ആ ന്യായീകരണം ഇറ്റ്സ് കൈൻഡ് ഓഫ് കൺവിൻസിങ് ആണ്. അതുകൊണ്ട് നമുക്ക് അവർ ന്യായീകരിച്ചോട്ടെ, അവർ പറയുന്നതിലൊരു കാര്യമുണ്ട്. മാത്രമല്ല ഈ അനുഭവിച്ചിട്ടില്ലാത്ത പ്രശ്നങ്ങളെയൊക്കെ നോക്കിയിട്ട് അതൊന്നും അനുഭവിക്കേണ്ടി വരാത്ത ഒരു പ്രിവിലേജിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് നിങ്ങളൊക്കെ ചെയ്യുന്നത് തെറ്റല്ലേ എന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ആ സിറ്റുവേഷനിൽ നിൽക്കുന്നവൻ അതാണ് ന്യായം എന്ന് പറയുന്നത് പോലെ അതിനെ ഒരു വെൽ പ്ലേസ്ഡ് എന്ന് നമുക്ക് പറയാവുന്ന രീതിയിൽ അവർ ആ ന്യായീകരണം പ്ലേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഓളത്തിൽ ഇങ്ങനെ കണ്ടിരിക്കാം. പക്ഷേ ഇഡലിക്കടയുടെ ഒരു തീം തന്നെയാണ് ഈ സിനിമയും പേറുന്നത്. സിറ്റുവേഷനും പിന്നെ നായകൻ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളിൽ ചെറിയൊരു വ്യത്യാസം കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കാണുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ നെഗറ്റീവ്സ് പോലും നിങ്ങളെ ബാധിക്കുന്ന ഒന്നായിരിക്കില്ല. ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞതിനും അപ്പുറം നെഗറ്റീവ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിക്കാണും. ഓരോ സിനിമയും പ്രേക്ഷകർക്കനുസരിച്ച്, പ്രേക്ഷകന് കൊടുക്കുന്ന അനുഭവത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അങ്ങനെ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനമെടുക്കാൻ കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ പരിഗണിക്കുക.